ഹരി ഓം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൃപ്പുക എന്ന ചടങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. തൃപ്പുക എന്നത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആരംഭം നമുക്കൊന്ന് കേൾക്കാം. അത്താഴ ശീവേലി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിയാൽ ഉടൻ തന്നെ തൃപ്പുക നടക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന ഒരു ചടങ്ങാണിത്. അതോടെ നട അടയ്ക്കുകയും ചെയ്യും. ഭഗവാനെ ഉറക്കാൻ കിടത്തുന്നു എന്നാണ് സങ്കല്പം. തൃപ്പുകയുടെ ഐതിഹ്യം എന്താണെന്ന് പറയാം. ഒരിക്കൽ ഭഗവാന്റെ പരമഭക്തനായിരുന്ന വെള്ളിമംഗലം സ്വാമിയാർ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെത്തി. സാധാരണ ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ ആ ചൈതന്യം മാത്രമാണ് ഉണ്ടാവുള്ളൂ എന്നാണ് സങ്കല്പം. എന്നാൽ സ്വാമിയാർ അന്ന് കണ്ടത് അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ തൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അഴിച്ചു വെച്ച് വളരെ ക്ഷീണിതനായി ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു. പകൽ മുഴുവനും ലക്ഷക്കണക്കിന് ഭക്തരുടെ സങ്കടങ്ങളും പരാതികളും കേട്ട് അവർക്ക് അനുഗ്രഹം നൽകി ഭഗവാൻ തളർന്നിരിക്കുന്നു എന്ന് സ്വാമിയാർക്ക് തോന്നി. ഭഗവാന്റെ ഈ ക്ഷീണം അകറ്റാനും സുഖമായി ഉറങ്ങാനും ചില സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാൻ സ്വാമിയാർ നിർദ്ദേശിച്ചു. അന്ന് മുതലാണ് തൃപ്പുക എന്ന ചടങ്ങ് ഗുരുവായൂരിൽ തുടങ്ങിയതെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്പുക എന്താണെന്ന് പറയാം. അഷ്ടഗന്ധം, ചന്ദനം, അകില്, ഗുൽഗുലു തുടങ്ങി 12ഓളം സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തൊരു പ്രത്യേക കൂട്ടാണ്. ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിയാൽ ശാന്തിക്കാർ ഈ സുഗന്ധക്കൂട്ട് ഒരു വെള്ളിപ്പാത്രത്തിൽ കണലിന് മേലെ ഇട്ട് പുകയ്ക്കുന്നു. തൃപ്പുക സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാകില്ല. ആ സമയത്ത് ക്ഷേത്രത്തിൽ നിൽക്കുന്നവർക്ക് പോലും മനസ്സിന് ശാന്തി കിട്ടുന്നു. അങ്ങനെ ഒരു അനുഭവമാണ്. തൃപ്പുക കണ്ട് തൊഴുതാൽ സകല പാപങ്ങളും മാറും എന്നാണ് ഭക്തരുടെ വിശ്വാസം.